SFI സംസ്ഥാന സമ്മേളനത്തിന്റെ വിശദാംശങ്ങളുമായി ഷീജ, കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു അനിവാര്യതയായി മാറുന്നു ഓരോ സമയത്തും SFI. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതാണ് കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ്. എപ്പോഴും പറയുന്നു അവിടെ SFI പോലെയുള്ള ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടായിരുന്നെങ്കിൽ ആ റാഗിംഗ് സംഭവിക്കില്ലായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം SFI രേഖപ്പെടുത്തുമ്പോൾ ആ വിവാദം വരെ ആ റാഗിംഗ് വരെ SFIയുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ സംസ്ഥാനത്ത് എന്ത് നടന്നാലും വിദ്യാർത്ഥികൾക്കെതിരെ എന്ത് നടന്നാലും അത് SFIയുടെ തലയിലേക്ക് കെട്ടിവെക്കാനുള്ള ഒരു ശ്രമകരമായ ദൗത്യം പലരും ഏറ്റെടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വലതുപക്ഷ മാധ്യമങ്ങൾ. ആ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് SFIയുടെ 35ാം സംസ്ഥാന സമ്മേളനത്തിന് തിരുവനന്തപുരം വേദിയാകുന്നത്. വലിയ ആവേശമാണ് ആ വിദ്യാർത്ഥി സഖാക്കൾക്കൊക്കെ ഉള്ളത്. തീർച്ചയായും വിരീഷ, ഏതായാലും SFIക്ക് വിത്തുപാകിയ തിരുവനന്തപുരത്തെത്തിയ 35ാമത് സംസ്ഥാന സമ്മേളനമാണ്. ഏതായാലും എല്ലാ വിധത്തിലുള്ള അതായത് ഇന്നിപ്പോൾ ഇതിൻ്റെ സമാപനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ക്രിയാത്മകമായ ഒരുപിടി ചർച്ചകൾക്ക് കൂടി ഈ സംസ്ഥാന സമ്മേളനം വേദിയായി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ എവിടെ ഏത് ക്യാമ്പസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും അതിനെ SFIക്ക് നേരെ പടച്ചുവിടാൻ വേണ്ടി വലിയ രീതിയിലുള്ള ഒരു പരിശ്രമം അത് ഒരു വിഭാഗം മാധ്യമങ്ങളിൽ നിന്നടക്കം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഏറെ പ്രസക്തമായ ഒരു സമ്മേളനം എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇത്തവണത്തെ SFIയുടെ സംസ്ഥാന സമ്മേളനത്തിന് ഉണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി 2 പ്രമേയങ്ങൾ സമ്മേളനം പാസാക്കിയിരുന്നു. അത് ഏറെ പ്രസക്തമായ സമകാലീനമായി നമ്മൾ ഏറെ ചർച്ച ചെയ്യുന്ന 2 വിഷയങ്ങൾ കൂടിയാണ്. ഒന്ന്, ഈ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നത് ചെറുക്കുക എന്നാവശ്യപ്പെടുന്ന ഒരു പ്രമേയമായിരുന്നു. രണ്ടാമത്തേത് ഈ അതായത് കേരള സർവകലാശാല യൂണിയനെ വിദ്യാർത്ഥി യൂണിയനെ ചുമതല ഏറ്റെടുക്കാൻ അനുവദിക്കാത്ത വൈസ് ചാൻസലറുടെ നിലപാടിനെതിരെയുള്ള പ്രമേയമായിരുന്നു മറ്റൊന്ന്. അങ്ങനെ ഏറെ പ്രസക്തമായ വിഷയങ്ങളിലുള്ള 2 പ്രമേയങ്ങൾ. അതോടൊപ്പം തന്നെ സമകാലീനമായി SFIക്ക് നേരെ സംസ്ഥാന വ്യാപകമായി ഈ രീതിയിൽ ഉണ്ടാകുന്ന കടന്നാക്രമണങ്ങൾ, തെറ്റായ രീതിയിലുള്ള SFIക്കെതിരായിട്ടുള്ള പ്രചരണങ്ങൾ, ഇതിനെല്ലാം ചെറുത്തുകൊണ്ട് ക്യാമ്പസുകളിൽ കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനം ഉറപ്പാക്കണം എന്നുള്ളത് കൂടിയാണ് ഈ ചർച്ചകളിൽ ഉയർന്നു വന്നത് എന്നുള്ളതിൽ തർക്കമില്ല. ഏതായാലും ഇന്നിപ്പോൾ പ്രധാനമായും ഉള്ളത് 2 കാര്യങ്ങളാണ്. അത് ഇപ്പോൾ പൊതുചർച്ചയ്ക്കുള്ള മറുപടിയാണ് ഇന്ന് പ്രധാനമായും നടക്കേണ്ടത്. അത് സംസ്ഥാന സെക്രട്ടറിയുടെയും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെയും റിപ്പോർട്ടിന്മേലുള്ള മറുപടി കൂടി ഈ പൊതുചർച്ചയ്ക്ക് മറുപടി കൂടി ഇന്ന് ഉണ്ടാകുന്നതായിരിക്കും. അതിനുശേഷം സ്വാഭാവികമായും പുതിയ സെക്രട്ടറി, പുതിയ സംസ്ഥാന കമ്മിറ്റി എന്നിവയെ തെരഞ്ഞെടുക്കുന്നതായിരിക്കും. അതോടുകൂടിയായിരിക്കും 35ാമത് സംസ്ഥാന സമ്മേളനത്തിന് ഇവിടെ പര്യവസാനമാകുക. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകൾ വളരെ ക്രിയാത്മകമായ ചർച്ചകളായിരുന്നു എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കൃത്യമായ രീതിയിൽ SFIക്ക് നേരെ നടക്കുന്ന കടന്നാക്രമണങ്ങളെ പ്രതിരോധിച്ച് തന്നെ മുന്നോട്ട് പോകുക, വിദ്യാർത്ഥികളുടെ എല്ലാ ആവശ്യങ്ങൾക്കും കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ ഉറപ്പാക്കുക എന്നുള്ളത് കൂടിയാണ് ഈ സമ്മേളനം ഉറപ്പാക്കുന്നത്. വിനിഷ.